മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് ശ്രവിക്കുക. നോമ്പുകാലം 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നോമ്പുകാലം 4-ാമത്തെ ഞായറാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പാതി നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ആഴ്ച കൂടിയാണ്. 6-ാം തീയതി ബുധനാഴ്ച സഭയിൽ പാതി നോമ്പ് നമ്മൾ ആചരിക്കും. പാതി നോമ്പ് എന്താണെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പോരായ്മകളെ പരിഹരിച്ച് ജീവിതത്തെ ഈശോയുടെ പെസഹ രഹസ്യങ്ങളുമായി താതാത്മ്യപ്പെടുത്തി പുതിയൊരു ജീവിത വഴിത്താരകളിലേക്ക് നമ്മുടെ ജീവിതത്തെ തുറന്നു വിടേണ്ട ഒരു സമയം കൂടിയാണ് പാതി നോമ്പ്. നന്നായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ ഉള്ള സമയം കൂടിയാണ്. ഈ പാതി നോമ്പിന്റെ 4-ാമത്തെ ഞായറാഴ്ചയിലെ നമ്മൾ ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം 2 ഭാഗങ്ങളായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഒന്ന് തിന്മകളെ കുറിച്ച്, വ്യഭിചാരത്തെ കുറിച്ചാണെങ്കിൽ മറ്റൊരു ഭാഗം പറഞ്ഞു വെക്കുന്ന വിവാഹമോചനത്തെ കുറിച്ചാണ്. ഇത് രണ്ടിന്റെയും ആകെത്തുകയായി സഭ നമ്മളെ പഠിപ്പിക്കുക വിശുദ്ധിയെ കുറിച്ചാണ് ഈ ആഴ്ചയിൽ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, വിശുദ്ധിയെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് വരങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നത് വളരെ നല്ലതാണ്. എന്താണ് വരം, എങ്ങനെയുള്ളവർക്കാണ് വരങ്ങൾ ലഭിക്കുക എന്നൊക്കെ സഭ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ദൈവാരൂപിയിലുള്ള വ്യത്യസ്ത ജീവിതാവസ്ഥകളിൽ കഴിയുന്നവർക്കെല്ലാം ഈ വ്യത്യസ്ത വരങ്ങൾ ദൈവത്തിന്റെ പക്കൽ നിന്ന് ലഭിക്കുന്നതാണ്. എന്താണ് വരം എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സ്വാഭാവിക നന്മകളെ ദൈവം ഏറ്റെടുത്ത് തൻ്റെതാക്കി മാറ്റി ഓരോ വ്യക്തികൾക്കും നൽകുന്നതാണ് വരം എന്നുള്ളത്. അതുകൊണ്ട് കത്തോലിക്ക തിരുസഭ കൃത്യമായി മതബോധന ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ വരം എന്നുള്ളത് സ്നേഹത്തിന്റെ വരം എന്നുള്ളതാണ്. അതുപോലെയുള്ള ഒരു വരത്തെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് സംവദിക്കുക. വിശുദ്ധിയെ കുറിച്ചാണ് അവിടെ പറഞ്ഞു വെക്കുക. വിശുദ്ധിയെ കുറിച്ചും സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധിയിൽ വളരാൻ 7 സൂത്രങ്ങളെ കുറിച്ച് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാചകത്തെ കടമെടുത്തുകൊണ്ടാണ് അത് വിവരിക്കുക. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്: നിങ്ങളൊരു വിശുദ്ധനാകുവാൻ, വിശുദ്ധയാകാൻ ഒരിക്കലും മടിക്കരുത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതാണ് അവിടെ പറഞ്ഞു വെക്കുന്ന 1-ാമത്തെ സൂത്രമായിട്ട് സഭ നമ്മളെ പഠിപ്പിക്കുക. അതിയായ ആഗ്രഹം. വിശുദ്ധനാകുവാൻ, വിശുദ്ധയാകാൻ അതിയായ ആഗ്രഹം നമുക്കുണ്ടാകണം. വിശുദ്ധ തോമസ് അക്വിനാസിന്റെ വാക്യങ്ങൾ അവിടെ കടമെടുക്കുന്നുണ്ട്. അതിയായ ആഗ്രഹം ജീവിതത്തിലെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ, ചിന്തകളിൽ നിഴലിച്ചാൽ നിങ്ങൾക്കൊരു വിശുദ്ധനാകാൻ സാധിക്കുമെന്നുള്ളതാണ് 1-ാമതായി നമ്മളെ പഠിപ്പിക്കുക. 2-ാമതായി വിശുദ്ധിയിലേക്കുള്ള ചുവടുവെപ്പുകളിൽ സഭ നമ്മളെ 2-ാമതായിട്ട് പഠിപ്പിക്കുന്നത് പുണ്യവായനകളെ കുറിച്ചാണ്. സഭയിലെ വിശുദ്ധനാണ് വിശുദ്ധ ജോൺ മരിയ എസ്ക്രീവ എന്ന് പറഞ്ഞ വിശുദ്ധൻ. അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് പുണ്യവായനയാണ് അദ്ദേഹത്തെ വിശുദ്ധിയിലേക്ക് എടുത്തുയർത്തിയതെന്നാണ് പറഞ്ഞു വെക്കുക. പുണ്യവായന. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2-ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുക, പുണ്യവായനകളിലൂടെ മുന്നേറാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധരുടെ ബുക്കുകൾ, അതോടൊപ്പം തന്നെ പുണ്യപ്പെട്ട മറ്റു പുസ്തകങ്ങൾ, നല്ല ക്രൈസ്തവ ബോധ്യങ്ങളും മൂല്യങ്ങളുമുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. 3-ാമതായിട്ട് സഭ നമ്മളെ പഠിപ്പിക്കുക ഈ നോമ്പ് കാലഘട്ടത്തിൽ വിശുദ്ധിയിലേക്ക് എത്തുവാനായിട്ട് പ്രായശ്ചിത്ത പ്രവർത്തികളിലൂടെ മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ്. അതിന് മാതൃകയായിട്ട് പറഞ്ഞു വെക്കുന്നത് വിശുദ്ധ അൽഫോൻസാമയെ കുറിച്ചാണ്. ജീവിതത്തിൽ സഹനപുത്രി എന്ന് വിശുദ്ധ അൽഫോൻസാമയെ സഭ വിവരിക്കുന്നുണ്ടെങ്കിൽ, പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിലുള്ള പ്രായശ്ചിത്ത പ്രവർത്തികളെ കുറിച്ചാണ്. ജീവിതത്തിൽ എത്രമാത്രം പാപങ്ങൾ വിശുദ്ധ അൽഫോൻസാമ ചെയ്തുവോ അതിനിരട്ടിയായി വിശുദ്ധ അൽഫോൻസാമ തന്റെ ജീവിതം വഴി പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്തുവെന്നാണ് ചരിത്രം. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രായശ്ചിത്തം, ഉപസാരത്തിന് സമയം കണ്ടെത്തണേ. 4-ാമതായിട്ട് പറഞ്ഞു വെക്കുന്നത് ഈ നോമ്പ് കാലഘട്ടം നല്ല സൗഹൃദങ്ങളുടെ ഒരു കാലഘട്ടമാകണമെന്നുള്ളതാണ്. വിശുദ്ധ ഡോൺ ബോസ്കോയെ മാതൃകയാക്കിക്കൊണ്ടാണ് സഭ നമ്മളെ പഠിപ്പിക്കുക. വിശുദ്ധ ഡോൺ ബോസ്കോ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച വ്യക്തിയാണ്. വിശുദ്ധ ഡോൺ ബോസ്കോ തൻ്റെ ജീവിതത്തിൽ പറഞ്ഞു വയ്ക്കുന്ന ഇപ്രകാരമാണ്: വിഷപ്പാമ്പുകളുടെ ഇടയിൽ നിന്നെന്ന വണ്ണം ചീത്ത സൗഹൃദങ്ങളിൽ നിന്ന് ഓടി അകലണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ചെല്ലുന്ന ഇടങ്ങളിൽ, ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ
ജോലി മേഖലകളിൽ നിനക്ക് നല്ല സൗഹൃദങ്ങളില്ലെങ്കിൽ നോമ്പ് കാലഘട്ടം പകുതി ദിനങ്ങൾ പിന്നിടാനായിട്ട് ഒരുങ്ങുമ്പോൾ നല്ല സൗഹൃദങ്ങളിലേക്ക് വഴികാട്ടിയായി നടന്നു നീങ്ങുവാൻ സാധിക്കും. മിസ്റ്റർ ഡോൺ ബോസ്കോയോട് പ്രാർത്ഥിക്കുക. വീണ്ടും അഞ്ചാമതായി സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കൂദാശകളും കൂദാശ അനുകരണങ്ങളിലെ പങ്കാളിത്തമാണ്. നമുക്കറിയാം, നോമ്പ് കാലഘട്ടം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന കാലഘട്ടമാണ്. അനുദിന വിശുദ്ധ ബലിയിലൊക്കെ നമ്മളെല്ലാവരും പങ്കെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അനുദിന ബലിയർപ്പണവും മറ്റ് ഇതര കൂദാശകളിലെ പങ്കാളിത്തവും കൂദാശ അനുകരണങ്ങളിലെ പങ്കാളിത്തവും വളരെ പ്രധാനപ്പെട്ടതാണ്. മാമോദീസയുടെ അവസരത്തിൽ നമുക്ക് ത്രിവിധ ദൗത്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് പുരോഹിത ധർമ്മം. അതിനാൽ തന്നെ ഈ കൂദാശ അനുകരണങ്ങളിൽ ഒരു അൽമായ വ്യക്തി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം ജീവിതത്തിലൂടെ പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് അവിടെ പുരോഹിത ധർമ്മം നിർവഹിക്കപ്പെടുക. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, കൂദാശ അനുകരണങ്ങളും ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ അഗസ്തീനോസ് അതുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്, ഒരു വ്യക്തി എത്രമാത്രം വിശുദ്ധ ബലികളിൽ പങ്കെടുത്തുവോ അത്രമാത്രം മാലാഖമാര് അവർക്ക് ചുറ്റും സംരക്ഷണത്തിനായിട്ടുണ്ടാകുമെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അത്രമാത്രം സംരക്ഷണമാണ് വിശുദ്ധ ബലിയിലൂടെ നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടം അനുദിന വിശുദ്ധ ബലിയിൽ പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. ആറാമതായി സഭ നമ്മളെ ഓർമ്മിപ്പിക്കുക, വിശുദ്ധിയിലേക്ക് എത്തുവാൻ, തിന്മകളെ ജയിക്കുവാൻ അനുദിന ജോലികളിലുള്ള വിശ്വസ്തതയാണ്. ദിവംഗതനായ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഒരിക്കല് ഒരു പത്രപ്രവർത്തകനോട് ഇങ്ങനെ പറഞ്ഞു വെക്കുകയുണ്ടായി, ഒരു ദിവസത്തിൽ നമുക്ക് ലഭിക്കുന്ന 24 മണിക്കൂറും പ്രാർത്ഥനയാക്കി മാറ്റാൻ സാധിക്കണം. പത്രപ്രവർത്തകൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് സാധിക്കുക? മാർപ്പാപ്പ അവിടെ പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ്, ചെയ്യുന്ന ജോലികളിലുള്ള വിശ്വസ്തതയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന സമയം പ്രാർത്ഥിക്കുവാൻ, ജോലി ചെയ്യുമ്പോൾ വിശ്വസ്തയോടുകൂടി ചെയ്യുവാനൊക്കെ സാധിക്കുമ്പോൾ അത് പ്രാർത്ഥനയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടം അനുദിന ജോലികൾ ശുശ്രൂഷാ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുക, വിശ്വസ്തയോടുകൂടി ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ഏഴാമതായി വിശുദ്ധിയിലേക്ക് എത്തുവാൻ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് കാവൽ മാലാഖമാരുടെ സംരക്ഷണമാണ്. നോമ്പ് കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കാവൽ മാലാഖമാരുടെ പ്രാർത്ഥന. അതുകൊണ്ട് രാവിലെ ഉണരുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ ജോലി മേഖലകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും മനസ്സിലാക്കുക, കാവൽ മാലാഖമാരുടെ സംരക്ഷണം ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കുണ്ടാകണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ സംരക്ഷണം. ഈ 7 സൂക്തങ്ങളിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ജീവിതം വിശുദ്ധിയിലേക്ക് എത്തുക. ഇന്നത്തെ തിരുവചനത്തിന്റെ ആകെ തുക വിശുദ്ധിയിലേക്കുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധിയിലേക്ക് മുന്നേറാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ വാക്യം കടമെടുത്ത് നോമ്പ് കാലഘട്ടത്തിൽ പല ആവർത്തി ഉരുവിടാം. പല വിശുദ്ധരും നന്നായി തുടങ്ങിയവരല്ല, പക്ഷേ എല്ലാവരും തന്നെ നന്നായി അവസാനിപ്പിച്ചവരാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടം നന്നായിട്ട് ഒരുങ്ങി വിശുദ്ധിയിലേക്ക് എത്തുവാനുള്ള ചില പടവുകൾ താണ്ടിക്കൊണ്ട് മുന്നേറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെ സംരക്ഷണയും നമ്മെല്ലാവരോടും കൂടി ഉണ്ടാകും, എപ്പോഴും എന്നേക്കും. ആമേൻ.